എല്ലാവർക്കും സുപരിചിതരായ ഒരു ചെടി വിഭാഗമാണ് നമ്മുടെ റെയിൻ ലില്ലി എന്ന് പറയുന്നത്. മഴ പെയ്യുമ്പോൾ പുതുമഴ കൊണ്ട് പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പുതുമഴയുടെ ക്ലൈമറ്റ് വേരിയേഷനെ ഒരുപാട് ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഈ റെയിൻ ലില്ലീസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നല്ല വെയിലിൽ ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ കാണിച്ച് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ച് ഉയർത്ത് വരാനായിട്ട് ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആരും. കോമൺ ആയിട്ട് കാണുന്ന ആൾക്കാരെന്ന് പറയണത് ശരിക്കും മഞ്ഞയും ഒരു റോസും വെള്ളയാണ്. പക്ഷേ അതൊക്കെ സിംഗിൾ പെറ്റലുകളായിരിക്കും കേട്ടോ. സിംഗിൾ പെറ്റൽ എന്ന് വെച്ചാൽ ഒരു അടുക്കേ കാണുള്ളൂ. അവരെ കാണിച്ചു തരാം, സിംഗിൾ പെറ്റലിനെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സിംഗിൾ പെറ്റൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഞാൻ. കണ്ടോ, സിംഗിൾ പെറ്റൽ എന്ന് പറയുമ്പോൾ ഇത് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ എനിക്ക് ഇതിനോടുള്ള ഭ്രാന്ത് കാരണം ഞാൻ കുറച്ചധികം കളക്ട് ചെയ്തിട്ടുണ്ട്. മൾട്ടി പെറ്റലിൽ തന്നെ പല 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 ഇനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ. ഇത് റോസിലെ ഒരു മൾട്ടി പെറ്റൽ ഇനാണ്. ഇത് മഞ്ഞയിലെ ഇനി ഒരു നല്ല ഓറഞ്ചിലെയും പീച്ചിലെയൊക്കെ നല്ല മൾട്ടിപ്പെറ്റൽ ഇനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇത് പീച്ചിലെ ഒരു മൾട്ടിപ്പെറ്റൽ ഇനാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, വെയിൽ കാണാൻ കാരണേ. ഇത് പീച്ചിലെ നല്ലൊരു മൾട്ടിപ്പെറ്റൽ ഇനാണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. ഇത് നല്ല മഞ്ഞയിലെ ഒരു മൾട്ടിപ്പെറ്റൽ ഇനാണ്. ഇവർ നല്ല വെയിലും നല്ല പെട്ടെന്നുള്ള മഴയും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. അതുപോലെ തന്നെ ഒരുപാട് ഈ മഞ്ഞ നമ്മൾ കോമൺ വെറൈറ്റി ഉണ്ടല്ലോ, അതാണെങ്കിൽ പിന്നെ എല്ലായിടത്തും വിത്ത് പറന്ന് നമ്മൾ ഒരിടത്ത് നട്ടാൽ പിന്നെ ആ ചുറ്റുപാട് മുഴുവൻ അതായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഭയങ്കര ഭംഗിയുള്ള ഐറ്റമാണ്. ഈ റോസ് ഞാനിവിടെ കൂടുതൽ ഈ ചെടിച്ചട്ടികളിലാണ് ആക്കി വെച്ചേക്കുന്നത്. കണ്ടോ, കുറേ ഇനങ്ങളുണ്ട്, കുറേ ചെടിച്ചട്ടികളിൽ. കാരണം ഒന്നും പോവാണ്ട് കുറേ ചെടിച്ചട്ടികളിലാക്കി വെച്ചേക്കുവാണ് ചെയ്യുന്നത്. കുറേ ഇനങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ഇഷ്ടംമാതിരി മഞ്ഞയുണ്ട്. മഞ്ഞ പല ചെടിച്ചട്ടികളുടെ മൂട്ടിലും തന്നെ പൊടിച്ച് വരുന്നത്. ഈ വിത്തിങ്ങനെ കാറ്റി പറന്ന് ഒരുപാട് അടുത്ത് എനിക്ക് മഞ്ഞ പൂത്ത് നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയുക മഞ്ഞയാണെന്ന് തന്നെ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കുറേ ഇനങ്ങളുണ്ട് എനിക്ക്. ഞാൻ ഓരോന്നും പൂത്ത് വരുന്ന വഴിക്ക് കാണിച്ചു തരാം. ഇന്നിപ്പോൾ നല്ല സുന്ദരിമാരായ ഒരു പീച്ച് കളറും ഒരു മഞ്ഞ സുന്ദരിയും പൂത്ത് നിൽക്കുന്ന കണ്ടിട്ട് ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചതാണ്. ഇതാണ് അപ്പോൾ എൻ്റെ മഞ്ഞ സുന്ദരി, ഇതാണ് എൻ്റെ പീച്ച് സുന്ദരി. ഇവരുടെയൊക്കെ പേരെന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. കാരണം പറയാൻ എനിക്കിപ്പോൾ കിട്ടുന്നില്ല. വാങ്ങിയപ്പോൾ എടുത്തു വെച്ച പേരുകളാണ്, ഇനി അതൊക്കെ തപ്പിയെടുക്കണം. അപ്പോൾ ഇവരെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. റോസിനും നല്ല പേരുള്ളവരാണ് ഈ റോസ് അടുക്ക് എല്ലാം. പിന്നെ അതുപോലെ തന്നെ റെഡ് കളർ അടുക്കുള്ളതുണ്ട്. അങ്ങനെ കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരിടയ്ക്കത്തെ